ശ്രീമന്നാരായണീയം ദശകം 3 ഭക്തിപ്രാർത്ഥന. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 5. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭവദ്ഭക്തിസ്പീദാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണികാ. ന ചേദ്വ്യാസസ്യോക്തി തവ ച വചനം നൈകമവജോ ഭവേൽമിഥ്യാ രഥ്യാ പുരുഷവചന പ്രായമഖിലം. മമ എനിക്ക് ഭവത് ഭക്തി നിന്തിരുവടിയിലുള്ള ഭക്തി സ്പീതാ ഭവതു വർദ്ധിച്ചു വരേണമേ. മേൽപ്പത്തൂര് ഭഗവാനോട് പറയാണ്, എനിക്ക് ഭഗവാനിലുള്ള ഭക്തി അത് വർദ്ധിച്ചു വരേണമേ. സാ ഏവ അതുതന്നെ അശേഷക്ലേശൗഖം പ്രശമയേത് അശേഷക്ലേശൗഖം എല്ലാ സങ്കടങ്ങളെയും പ്രശമയേത് തീർത്ത് തന്നുകൊള്ളും എന്ന കാര്യത്തിൽ ഹൃദി മനസ്സിൽ സന്ദേഹഖണിക നഖലു തെല്ലുപോലും സംശയം ഇല്ല തന്നെ. എനിക്ക് ഭഗവാനിലുള്ള ആ ഭക്തി വർദ്ധിച്ചു വരേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്. അങ്ങനെ ഭക്തി കൂടി കൂടി വരുമ്പോൾ അതുതന്നെ എല്ലാ സങ്കടങ്ങളെയും തീർത്തു കൊള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. നച്ചേത് ഇല്ലെങ്കിൽ, ഇനി അഥവാ അങ്ങനെ ഭക്തി വർദ്ധിച്ചു വന്നിട്ട് അത് മനസ്സിൻ്റെ ആ സങ്കടങ്ങളെയെല്ലാം തീർത്തു തന്നില്ല എങ്കിൽ, വ്യാസസ്യ ഉക്തി വ്യാസൻ്റെ വാക്കും തവ വചനം അവിടുത്തെ വാക്കും നൈഗമവച ച വേദങ്ങളിലെ വാക്കും അഖിലം എല്ലാം ഭഗവത് ഭക്തി വർദ്ധിച്ചു വന്നില്ല എങ്കിൽ, ഭഗവത് ഭക്തി വർദ്ധിച്ചു വന്നാൽ നമ്മളുടെ സങ്കടങ്ങളെല്ലാം തീർന്നു പോയില്ല എങ്കിൽ, ഇവിടെ വ്യാസൻ പറഞ്ഞിരിക്കുന്ന വാക്ക്, ഭഗവാന്റെ വാക്ക്, വേദങ്ങളിൽ പറഞ്ഞിരുന്ന വാക്ക്, ഇതെല്ലാം രഥ്യാ പുരുഷവചനപ്രായം തെണ്ടി നടക്കുന്നവരുടെ വാക്കുപോലെ, രഥ്യാ പുരുഷ തെണ്ടി നടക്കുന്നവർ അവരുടെ വാക്കുകളെപ്പോലെ മിഥ്യാഭവേത് അസത്യമാണെന്ന് വരും. ഭക്തി വർദ്ധിച്ചു വന്നാൽ സകല സങ്കടങ്ങളും തീരുമെന്ന് കവിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. വ്യാസൻ്റെ ഭാഗവതത്തിലെ വാക്കുകളും ഭഗവാന്റെ ഗീതയിലെ വാക്കുകളും വേദങ്ങളിലെ വാക്കുകളും എല്ലാം അതിലേക്ക് പ്രമാണങ്ങളാണ്. ഭാഗവതം കേൾക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനിൽ മനുഷ്യന് ഭക്തി ഉണ്ടാകുന്നു. അത് ദുഃഖത്തെയും മോഹത്തെയും ഭയത്തെയും എല്ലാം ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നാമകീർത്തനം സർവപാപങ്ങളെയും നിശേഷം നശിപ്പിക്കും. നമസ്കാരം ദുഃഖങ്ങളെയെല്ലാം ശമിപ്പിക്കും. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ, ആ ശ്രീഹരിയെ ഞാൻ നമസ്കരിക്കുന്നു. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ആരാണോ മറ്റു ചിന്തകളൊന്നുമില്ലാതെ എന്നെ നിരന്തരം സേവിക്കുന്നത് അവർക്ക് ഞാൻ യോഗക്ഷേമം ഉണ്ടാക്കി കൊടുക്കുന്നു. അല്ലയോ കവികളെ, സ്തുതിശീലന്മാരായിട്ടുള്ള കവികളെ, സ്തുതിക്കുന്നത് ശീലമാക്കിയിട്ടുള്ളവരെ, പുരാതനമായ വേദസാരത്തെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നുവോ അങ്ങനെ
അവതാര കഥകളെ കൊണ്ട് സ്തുതിക്കുവിൻ. അവിടുത്തെ നാമങ്ങളെ ശരിക്കും മനസ്സിലാക്കി കീർത്തനം ചെയ്യുവിൻ. അല്ലയോ വിഷ്ണു ഭഗവാനെ, ഞങ്ങൾ അവിടുത്തെ തത്വജ്ഞാനത്തെ ഭജിച്ചു കൊള്ളുന്നു. ഇതെല്ലാം വേദങ്ങളിലെ വചനങ്ങളിൽ പെട്ടതാണ്. ഭഗവാന്റെ ഗുണകഥാകീർത്തനവും നാമകീർത്തനവും തത്വജ്ഞാനത്തിനും അറിവിനും അതുപോലെ തന്നെ ആനന്ദത്തിനും കാരണമാണെന്ന് ഇതെല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു. ഭക്തി വർദ്ധിച്ചു വന്ന് കഴിയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായില്ലെങ്കിൽ വ്യാസൻ പറഞ്ഞിരിക്കുന്ന വാക്കും ഭഗവാൻ പറഞ്ഞിരിക്കുന്ന വാക്കും വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകളെല്ലാം വെറുതെ ആയി പോവില്ലേ? തെണ്ടി നടക്കുന്നവരുടെ വാക്കുകളെ പോലെ ഇതെല്ലാം അസത്യമാണ് എന്ന് വരും. ഇവിടെ ഭഗവാനോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഭഗവത് ഭക്തി വർദ്ധിച്ചു വരേണമേ, എല്ലാ ക്ലേശങ്ങളെയും അത് ശമിപ്പിച്ചു കൊള്ളും. തനിക്കെന്ന് ഇവിടെ പറയുന്നുണ്ടെങ്കിലും എല്ലാവർക്കും കൂടി വേണ്ടിയാണ് ഇവിടെ ഭഗവാനോട് മേൽപ്പത്തൂർ പറയുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.